അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരാളിവിടെ ചോളവും പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് ഇത് ഉണ്ടാക്കി താന്ന് പറഞ്ഞ് ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു. നമുക്ക് കുറച്ച് ചോളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ അങ്കിള് തന്നതാണ് കേട്ടോ. ഫ്രഷാണ്, അവിടെ അവരുണ്ടാക്കിയതാണ്. അങ്ങനെ തൊടിയിൽ നിന്ന് കിട്ടിയ ഒരു ചോളമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്കൊരു റെസിപ്പി കാണിച്ചു തന്നു. അമ്മ ഇതുപോലെ ഉണ്ടാക്കി താന്നും പറഞ്ഞുകൊണ്ട്. അതാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാനതിനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ പിന്നെ ഇത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ, പെട്ടെന്ന് വേവും. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് ചുമ്മാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് നമ്മളതിനെ വേവിക്കാൻ വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാം. നമ്മളെപ്പോഴും ചോളം വാങ്ങിയാൽ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങുക ചെയ്യാറ്. അപ്പോൾ അമ്പാടിക്കുട്ടി ഒരു റെസിപ്പി കാണിച്ചെന്നുകൊണ്ട് അതുപോലെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് തൈര് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ, ഇപ്പോൾ ചിക്കൻ മസാലയോ ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത്രയും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി അങ്ങ് മിക്സാക്കി കൊടുക്കുക. എൻ്റെ കയ്യിൽ മസാലപ്പൊടിയും ഗരം മസാലയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കയ്യിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാല അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതൊക്കെ കൂടി ഇനി നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു പേസ്റ്റ് പരുവത്തിലെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചോളം അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണാണ്, മധുരമുള്ളതാണ്. അപ്പോൾ അത് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് അത്ര വേവിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടും തിളപ്പിക്കുമ്പോഴേക്കും അത് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് കടിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഈസിയുമാണ്. ഇനി നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെ നമുക്കതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മുടെ ചോളം വെന്തതിലേക്ക് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ മീനിലൊക്കെ മസാല പുരട്ടില്ലേ, അതേപോലെ നമ്മുടെ ചോളത്തിലേക്ക് മസാലയൊക്കെ നന്നായി അങ്ങ് പുരട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലവണ്ണം ഞാൻ ഈ മസാലയൊക്കെ അങ്ങ് പുരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കാം, അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേവിച്ചെടുത്തതല്ലേ, ഇനി മസാലയൊക്കെ വേഗം പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിലേക്ക് കുറച്ച് ബട്ടർ അങ്ങ് ചേർത്ത് കൊടുക്കുക. ബട്ടറിൽ ഇത് ഫ്രൈ ആയി എടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നി. ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്യുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിങ്ങനെ ഓരോ ചെറിയ പീസസ് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് 2 സൈഡും നന്നായി അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ചൂടോടെ ഇതങ്ങ് കഴിക്കുമ്പോണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് കൊടുത്തുവിടാം. അപ്പോൾ എപ്പോഴും വെറുതെ ഇങ്ങനെ ചോളം കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങാതെ നമുക്കിതാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോൺ ആണ്, അതുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ 2 സൈഡും ഇങ്ങനെ നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടോടുകൂടി അങ്ങ് കഴിക്കണേ, അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ചെയ്യണം കേട്ടോ, അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതിനൊക്കെ നന്നായി വേവിച്ചെടുത്തില്ലേ, നന്നായി ഫ്രൈ ആക്കി എടുത്തു. മസാലയിലൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ കഴിക്കാം, വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഞാൻ പിന്നെ കുറച്ചും കൂടി ഡെക്കറേഷൻ അങ്ങ് ചെയ്യുന്നുണ്ട്. കുറച്ച് സവാളയും കുറച്ച് തക്കാളിയൊക്കെ ചെറുതായി അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര് അതുകൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചോളത്തിൻ്റെ മേലെ ഇത് ജസ്റ്റ് കൂടി ആക്കി കൊടുക്കുക, ചെറുനാരങ്ങ കൂടി ആക്കി കൊടുക്കുക, എന്നിട്ട് കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. ഹെൽത്തി ആയിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ബൈ ബൈ.